ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിന് സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 27ാമത്തെ റിലേഷനായിട്ടുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദി ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട്. ആമേൻ. ഈ കാര്യങ്ങൾ വളരെ പലയിടങ്ങളിലായിട്ട് ഞാൻ വളരെ ആഴത്തിൽ വിവരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന വിഷയത്തിൽ ഏകദേശം 24 എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തെല്ലാം തന്നെ വളരെ ആഴത്തിൽ എങ്ങനെയാണ് സമാഗമന കൂടാരത്തിലെ ഓരോ ഉപകരണങ്ങൾ, അതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അത് ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണ്, നാമുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വളരെ ആഴത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അനുഭവജ്ഞാനത്തിൽ കൂടെ തന്നെയാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവർ തന്നെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത്, വീണ്ടും നിങ്ങളത് കാണുകയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെടുത്ത് വായിക്കുകയോ, പുസ്തകമുള്ളവരാണെങ്കിൽ എടുത്ത് വായിക്കുകയോ, വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് അവസരത്തിലെന്ന് കാണാൻ സാധിക്കും. വളരെ ആത്മബലം നൽകുന്നതാണ്. ഞാൻ എടുത്തുകൊണ്ട് പറയുകയല്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവത്തിൽ കൂടെയാണ് അതൊക്കെ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ ഈസി ആയിരിക്കും. കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന ഒരു റിലേഷനാണ് ഇത്. അത് ഞാൻ നേരത്തെ പറയുകയാണ് ചെയ്തത്. ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് ദൈവസ്ഥാനിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനെന്ന് എല്ലാവരും തന്നെ ക്രിസ്തീയ ഗോളത്തിൽ ഏവരും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്? ഒരു മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ട് അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ വക കാര്യങ്ങളൊക്കെ വന്ന് നാം ആഴത്തിൽ ചിന്തിച്ച് അടുത്തു വരുമ്പോഴാണ് നാമുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ആ റിലേഷൻ മനസ്സിലാക്കുമ്പോൾ മിക്കവരും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ കുറേ പേര് ഒഴിഞ്ഞു പോയതുപോലെ ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുവാൻ, പിന്മാറിപ്പോവാൻ, വീഡിയോ അല്ലെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറയുകയാണ്, വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവ് ഈ ഒരു റിലേഷനിലേക്ക് എന്നെയും പ്രവേശിപ്പിക്കണമേ, എനിക്ക് കഴിവില്ല, നിൻ്റെ കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. അല്പസുവചനങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് കയറാം. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ വചനങ്ങൾ തന്നെയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. ആകിയ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം വഴിയെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം തന്നെ 12-ന്റെ 2-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളെ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ ധ്യാനിച്ചുകൊള്ളുകയും. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു മരിക്കുന്നു. ഇനി ഈ മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് ഒരു വ്യക്തിക്ക് കടക്കണമെങ്കിൽ, ക്രിസ്തുവാകട്ടെ, അഹരോനാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാപുരോഹിതനാകട്ടെ, ഇതിലേക്ക് കടക്കണമെങ്കിൽ ആദ്യമായിട്ട് മനുഷ്യരായ നമ്മുടെ കഷ്ടാനുഭവങ്ങളെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുന്നവനായിരിക്കണം. അതിന് ചില വാക്യങ്ങൾ നമുക്കെടുത്ത് വായിക്കാം. എബ്രായ ലേഖനത്തിലാണ് ഇതിന് കൂടുതൽ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. എബ്രായ ലേഖനം തന്നെ സ്തോത്രം 7-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി ഞാൻ വായിക്കുന്നു. ആമേൻ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതരും പാപങ്ങൾക്കായിട്ട് വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു.
താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനുമാകുന്നു. ഇതെല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും വായിക്കുന്നു. 1-ാം വാക്യം തുടങ്ങി. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടവനുമാകുന്നു. എന്നാൽ അഹരോനെപ്പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളിച്ചതും അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. മിക്കവാറും സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള വാക്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന് സംബന്ധമായിട്ട് അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള വാക്യമാണ്. എന്നാൽ ക്രിസ്തുവിനെ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിൻ്റെ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് അവൻ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്? നമ്മുടെ ബലഹീനതയിൽ എങ്ങനെയാണ് അവൻ നമുക്ക് വേണ്ടി ഇൻ്റർസെഡിങ് നടക്കുന്നത്? പലരും വളരെ ലാഘവമായിട്ടാണ് ഈ കാര്യം ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ റിപ്പീറ്റഡായിട്ട് പല ക്ലാസ്സുകളിലും പറയാറുള്ളതാണ്, ദൈവരാജ്യം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഏതൊരു ദൈവമക്കൾക്കും, സാധാരണ വിശ്വാസികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവ കുടുംബത്തിൽ ജനിച്ച് നിങ്ങൾ ഏത് രാജ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ, ആ രാജ്യം എങ്ങനെ നിലനിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. വിദേശങ്ങളിൽ, ഇന്ത്യ വിട്ടിട്ട് വിദേശങ്ങളിൽ താമസിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഏവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവരുടെ വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേരളത്തിൽ ഉള്ള നിയമവ്യവസ്ഥ അനുസരിച്ചല്ല വിദേശങ്ങളിൽ ജീവിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒന്നുണ്ടെങ്കിൽ 2 വാക്കിന് നമ്മൾ കൊടി പിടിക്കുന്നവരും മുദ്രാവാക്യം വിളിക്കുന്നവരാണ് നമ്മുടെ സ്വഭാവം. ഇന്ന് പല ഗൾഫ് കൺട്രികളിലും ഇന്ത്യൻസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം തന്നെ ഇതാണ്. മലയാളികളാണെങ്കിൽ പെട്ടെന്ന് യുണൈറ്റഡ് ആകും, പെട്ടെന്ന് അവർ സമരത്തിനൊരുങ്ങും. അതുകൊണ്ട് മിക്കവാറും ഗൾഫ് കൺട്രീസിലെ കമ്പനികളിൽ മലയാളികളുടെ പെർസെൻറ്റേജ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ വർക്ക് ചെയ്ത കമ്പനിക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മുടെ വിഷയമല്ല. എന്നിരിക്കലും ചില കാര്യങ്ങൾ ഒന്ന് അറിയിക്കാനും വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. സ്തോത്രം. അതായത് ഒരു മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഒരുക്കുമ്പോൾ, നേരത്തെ നാം 5-ാം അധ്യായം ഹെബ്രായത്തിൽ വായിച്ചല്ലോ, ബലഹീനത പൂണ്ടവനാകിയാൽ. അപ്പോൾ നാം മനുഷ്യനായ നമ്മുടെ ബലഹീനത അവൻ രുചിച്ചറിയണം. അവൻ സൃഷ്ടിച്ചവനാണ്, അവന് സകലം അറിയുന്നതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ സകലം അറിയുന്നതിന് അവന് പുതിയതായിട്ട് അറിവിൻ്റെ ആവശ്യമില്ല. എന്നാൽ തൻ്റെ മനുഷ്യ ശരീരത്തിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും കടന്നു പോകുന്ന കഷ്ടതയുടെ പാനപാത്രം, ക്രൂശിൻ്റെ അതിതീവ്രത 100% അവൻ തൻ്റെ മനുഷ്യത്വത്തിൽ അനുഭവിച്ചു കൊണ്ടാണ് ഒരു മഹാപുരോഹിതനാവാൻ തക്കവണ്ണം ക്വാളിഫൈഡ് ആയത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാനിവിടെ താഴെ എഴുതിയിരിക്കുന്നത്. സകലത്തിനും സകലത്തിനും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, വിശ്വാസികളെ എന്നൊരു പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, വിശ്വാസത്തിൽ നടത്തുമെന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. പുത്രന്മാരെ തനിക്ക് ഉള്ളതുപോലെ അതേ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഈ കാലഘട്ടത്തിലെ വിശ്വാസ പ്രസംഗങ്ങളിലും, അതായത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യതിചലനങ്ങളിൽ, ബാക്ക് സ്ലൈഡിങ്ങിൽ അല്ലെങ്കിൽ ഉപദേശ പിശകുകളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾ വളരെ മനസ്സിലാക്കിയിരിക്കണം, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ക്രിസ്തുവിന് ഉള്ളതായ അതേ തേജസ് പ്രാപിക്കുവാനായിട്ടുള്ള ഫ്രീ ഓഫർ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡിവൈൻ അതോറിറ്റി ആയിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എന്തിനു വേണ്ടിയാണ് അങ്ങനെ വന്നിരിക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന ബലഹീനതകൾ നാം അനുഭവിക്കുമ്പോൾ
അതിൻ്റെ തീവ്രത, അതിൻ്റെ കാഠിന്യം, അതിൻ്റെ കഷ്ടത എത്രമാത്രമാണെന്ന് തനിക്ക് അനുഭവിച്ചറിയുമ്പോൾ ഉടനെ തന്നെ അവിടെ താഴത്ത് നമുക്ക് എഴുതിയിരിക്കുന്നത് എൻ്റെ ഒരു എബ്രായ ലേഖനം 2:10 തുടങ്ങി നമുക്കൊന്ന് വായിക്കാം. കുറച്ചുകൂടെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അപ്പോൾ വായിച്ചത്, സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാദായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ, ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പോൾ മക്കളെ പുത്രത്വത്തിലേക്ക് നടത്തുക, ആമേൻ, അതൊരു വിഷയമായൊരു കാര്യമാണ്. ഞാനൊരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, റോമാലേഖനം 8-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ജസ്റ്റ് ദൈവ കുടുംബത്തിൽ ജനിക്കുന്ന മക്കളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നിട്ട് വിളിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് ടെക്ന, ജസ്റ്റ് ബോൺ. എന്നാൽ പുത്രൻ എന്ന മച്ചുവേർഡായിരിക്കുന്ന അല്ലെങ്കിൽ പക്വത പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ വിളിക്കാൻ ഹീബ്രു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹുയൂസ് എന്നൊരു വാക്കാണ്, സൺ ഓഫ് ഗാഡ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇൻ ബ്രിങ്ങിങ് മെനി സൺസ് ടു ഗ്ലോറി എന്നാണ്. അപ്പോൾ ആ പുത്രത്തിന്, അതായത് മച്ചുവേരിറ്റി പിതാവിന് ഉള്ളതുപോലെ തന്നെ പുത്രന് ഉള്ളതുപോലെ തന്നെ ആ പക്വതയുള്ള ചില പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് യുക്തം. അപ്പോൾ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ, അവനോടുകൂടെ നാം തേജസ്വീകരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പോൾ ക്രിസ്തു കഷ്ടം സഹിച്ചതുകൊണ്ട് ഇനി നമുക്ക് കഷ്ടതയില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത് തീർത്തും സേറ്റാനിക്കാണ്. നിങ്ങളിൽ ദൈവ തേജസ് വെളിപ്പെടാതിരിക്കാനുള്ള സാത്താൻ്റെ തന്ത്രമാണ്. അത്തരം ഉപദേശങ്ങൾ പറയുന്നവർ, പ്രസംഗിക്കുന്നവർ, യൂട്യൂബ് ചാനലുകളിൽ വീഡിയോകൾ ഇടുന്നവർ സേറ്റാനാൽ അഭിഷക്തരാണ്. അതുകൊണ്ട് വിട്ടു ഓടിപ്പോകുക. ഈ ദിവസങ്ങളിൽ നാം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടോ? അതിൽ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണല്ലോ, അന്യൻ്റെ ശബ്ദം അറിയായിക്കൊണ്ട് അവയെ വിട്ടു ഓടിപ്പോകുന്നു. അവിടെ നിന്ന് പോയി നോക്കട്ടെ, അവിടെ നിന്ന് പോയി കണ്ടുകൊള്ളട്ടെ, എന്താണെന്നൊന്ന് കാണുമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അനേകർ വീരന്മാരായ ദൈവദാസന്മാർ അത്തരം സ്പിരിറ്റിന് അടിമപ്പെട്ടു പോയി ഇന്ന് സാത്താൻ്റെ ശുശ്രൂഷകന്മാരായിട്ട് ഇന്ന് മലയാളക്കരയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ കൺട്രികളിലും യൂറോപ്യൻ കൺട്രികളിലൊക്കെ പണ്ടേ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റ് അതല്ല, എങ്കിലും ഞാനൊന്ന് വാൺ ചെയ്യുകയാണ്. സ്തോത്രം. നമുക്ക് ആഴത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പോൾ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കേണ്ടതിൻ്റെ കാരണം, അവരൊരു മഹാപുരോഹിതനാണെങ്കിൽ ആർക്ക് വേണ്ടി മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നു അവിടെ ബലഹീനതകളെ അവൻ അനുഭവിച്ചറിയേണ്ടവനാണ്. അത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് നാം ആദ്യം വായിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും വായിക്കുന്നില്ല. അപ്പോൾ അതേ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതേ തേജസ് പ്രാപിക്കണമെങ്കിൽ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. കഷ്ട അനുഭവങ്ങൾ അനുഭവിച്ചാൽ മാത്രം. എങ്ങനെയാണ് ഇനി കഷ്ടാനുഭവങ്ങൾ നമ്മൾ തികഞ്ഞവരായി തീരുന്നതിനെ കുറിച്ച് കൊണ്ട് ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, കഷ്ടതയുടെ തീച്ചൂളയിലാകുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെടുന്നത് കഷ്ടതയുടെ തീച്ചൂളിൽ. നീ ലോകത്തിൽ ആശ്രയിക്കുമോ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത്, നിനക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത്, നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവൻ നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷകളൊക്കെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിനും സ്വമേധയെ ഏറ്റെടുത്ത് നിനക്ക് പകരമായി ശിക്ഷ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിൽ ആശ്രയിക്കുമോ ഇല്ലയോ? ലോകത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് അനേക ഉപദേശങ്ങളൊക്കെ കൊണ്ടുവരാം, പക്ഷേ നീ തേജസ്വീകരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്നെങ്കിൽ ആ പുനരുദ്ധാന ശക്തി നിന്നിലേക്ക് വരികയും നീ സ്റ്റെപ്പായിട്ട് കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. ഇതിൽ നിന്നും നിങ്ങളെ അകറ്റിക്കളയുവാനാണ് ക്രിസ്തു കഷ്ടം അനുഭവിച്ചാൽ ഇനി നമുക്ക് കഷ്ടതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേട്ടാൻ്റെ ശുശ്രൂഷകന്മാർ നിങ്ങളെ വലിച്ചു പുറത്തിടാൻ നോക്കുന്നത്. അവർ വീണത് തന്നെ ആയിരിക്കുന്നാൽ മറ്റുള്ളവരും വീഴ്ത്തുന്നതിൽ അവർ ഉറക്കമൊളിച്ചുകൊണ്ട് പ്രവർത്തിക്കും.
ഇത് നമ്മുടെ സബ്ജക്റ്റ് എല്ലാം കൊണ്ടും എന്നിരിക്കലും ഒരു വാണിംഗ് തരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. നമുക്കിതിനെ അല്പമായിട്ട് ഈ പുരോഹിതൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ദി ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് 24 എപ്പിസോഡുകൾ ഈ ചാനലിലുണ്ട്. വളരെ ഡീറ്റെയിലായിട്ട് നിങ്ങളേവരും അത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുവാനോ ലൈക്ക് കിട്ടുവാനോ ഒന്നുമല്ല, വല്ലഭിതേനയും ഈ സത്യമെന്ന് ഗ്രഹിപ്പിച്ച് നിങ്ങളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിതൊക്കെ നിങ്ങളടുത്ത് പറയുന്നത്. ഇവിടെ മഹാപുരോഹിതനായ അഹറോൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലാണ് ഇത് വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലയങ്കി, വെളുത്തിരിക്കുന്നത് നിലയങ്കി, പിന്നെ ഏഫോദ്. അതിന് ഏഫോദിന്മേൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ആ ബെസ്റ്റ് പ്ലേറ്റിനകത്ത് 12 രത്നങ്ങൾ, അതുപോലെ തന്നെ ചുമൽക്കണ്ടങ്ങളിൽ 6 വീതം വെച്ചുകൊണ്ട് 12 രത്നങ്ങൾ. ഇതും വഹിച്ചുകൊണ്ടാണ് മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കാൻ പോകുന്നത്. എന്നാൽ മഹാപാപ പരിഹാര ശുശ്രൂഷയുടെ സമയത്ത് പഞ്ഞിനൂൽ വസ്ത്രം, ആ തലപ്പാവ്, അതുപോലെ തന്നെ നെറ്റിപ്പട്ടം, അതുപോലെ തന്നെ ഒരു അല്പം പോലും നഗ്നത വെളിപ്പെടാതെയാണ് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തനിക്ക് വേണ്ടിയിട്ടുള്ള പാപയാഗത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെ ചെയ്യുന്നു, ജനത്തിന് വേണ്ടിയിട്ട് പാപയാഗത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെ ചെയ്യുന്നു. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ഈ മഹാപുരോഹിതൻ എന്ന റിലേഷൻ, വിശ്വാസിയുടെ റിലേഷൻ എന്നതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അതിലേക്കാണ് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമുക്ക് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. എങ്ങനെയാണ് അവൻ മഹാപുരോഹിതനായി തീർന്നത്, എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഇൻട്രസ്റ്റഡ് ചെയ്യുന്നത്, അവൻ്റെ രക്തം നമ്മുടെ സകല പാപത്തിനും പരിഹാരമാണ്. ഇതൊക്കെയും കേൾക്കാൻ വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ഇവൻ ഈ മഹാപുരോഹിതൻ തൻ്റെ ബ്രസ്റ്റ് പ്ലേറ്റിൽ 12 രത്നങ്ങൾ പതിച്ചിരിക്കുന്ന ഒരു ഏഫോദ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമൽക്കണ്ടത്തിൽ 6 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 രത്നങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഓരോ ഗോത്രങ്ങളെയും പേര് ഇൻസ്ക്രൈബ് ചെത്തിയിട്ടുണ്ട്. എഴുതി വയ്ക്കുകയല്ല ചെയ്ത്, ഇൻസ്ക്രൈബ് കൊത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് യാതൊരു കാരണവശാലും മാറാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് ഈ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ആമേൻ യാഗമൃഗത്തിൻ്റെ രക്തം കയ്യിൽ, നിങ്ങൾക്കറിയാമല്ലോ, കയ്യിൽ ധൂപപീഠം, ധൂപവർഗം, ആമേൻ. അതുപോലെ തന്നെ അകത്തോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാപുരോഹിതൻ, ആമേൻ, ഇവിടെ ഇതാണല്ലോ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ആമേൻ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതിവിശുദ്ധ സ്ഥലം, ഇത് വിശുദ്ധ സ്ഥലം, ഇതാണ് ധൂപപീഠം. അപ്പോൾ ഇതിന് പുറമെയാണ് താമ്രത്തൊട്ടി, അതിന് മുൻപാണ് യാഗപീഠം വിരിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആമേൻ തൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിനുള്ള വസ്ത്രധാരണങ്ങൾ ചെയ്തിട്ട് അത് ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ആ വസ്ത്രങ്ങൾ ധരിക്കാൻ. കാരണം പറഞ്ഞിരിക്കുന്നത് അത് വിശുദ്ധ വസ്ത്രമാകിയാൽ. അപ്പോൾ കടന്നു വന്ന് താമ്രത്തൊട്ടിയിൽ കൈകാലുകൾ കഴുകി വിശുദ്ധ വസ്ത്രം ധരിച്ച് ആമേൻ യാഗമൃഗത്തിൻ്റെ രക്തവുമായിട്ട് കടന്നു വന്ന് യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തീയെടുത്ത് ആമേൻ ഇവിടെ ധൂപപീഠത്തിൻ്റെ അടുത്ത് വന്ന് അവിടെ ധൂപവർഗം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ധൂപവർഗം ആമേൻ അതിനകത്തിട്ട് ആമേൻ ആ ധൂപപീഠത്തെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇവിടെ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നല്ലോ കൃപാസനം. ഈ കൃപാസനത്തിനും തനിക്കും ഇടയ്ക്ക് ഒരു പുക, അത് ആ ധൂപവർഗത്തിൽ നിന്ന് ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള സുഗന്ധധൂപം ഒരു മറവായിരുന്നു കൊണ്ട് ആമേൻ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും അഹരോനിൽ ഒരു കുറവ് കണ്ടാൽ അഹരോൻ ഇതിൽ മരിച്ചു വീഴും. അതിന് അവൻ്റെ നിലങ്കിക്കകത്ത് മാതളം മണി അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഇവൻ ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ശബ്ദം കേൾക്കും. മഹാപാപ പരിഹാര ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഈ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ജനം വളരെ ആർത്ത് സന്തോഷിക്കും. കാരണം ഒരു വർഷത്തെ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടി. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ഇതുപോലെയുള്ള കൈകൊണ്ട് നിർമ്മിച്ച ഒരു ആലയത്തിലേക്കല്ല മഹാപുരോഹിത ശുശ്രൂഷിക്കാൻ പ്രവേശിച്ചത്. യാഗമൃഗത്തിൻ്റെ രക്തമായിട്ടല്ല പ്രവേശിച്ചത്.
സ്വന്തം രക്തത്താൽ നിലയങ്കി ധരിച്ചവനായിട്ട് എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനായിട്ട്. നാം നേരത്തെ വായിച്ചല്ലോ, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കിയതാണ്. അപ്പോൾ യാഗമൃഗത്തിൻ്റെ രക്തമായിട്ടല്ല, സ്വന്തം രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. എവിടെ? കൈപ്പണി കൊണ്ട് നിർമ്മിച്ചതല്ല, സ്വർഗീയമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അവൻ തിരിച്ചു വരുന്നില്ല. അതായത് മഹാപാപ പരിഹാര ശുശ്രൂഷ അക്സെപ്റ്റഡ് ആണെന്ന് തെളിയിക്കത്തക്കവണ്ണം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെട്ടു. അതായത് അവനെ മരിച്ചവിടെ എവിടെയും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. മാനവജാതിക്ക് സർവർക്കും വേണ്ടിയിട്ട് അവൻ്റെ പാപ പരിഹാര ശുശ്രൂഷ, അതായത് പകരക്കാരനായിട്ടുള്ള അവൻ്റെ സഫറിങ് അക്സെപ്റ്റഡ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇതുവരെയും നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ക്രിസ്തീയ ഗോളത്തിൽ ഏവരും സ്വീകരിക്കുന്നതാണ്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ യെശയ്യാപ്രവചനം 53-ാം അധ്യായം എന്ന് ഏവർക്കും അറിയുന്നതും അംഗീകരിക്കുന്നതും ഒട്ടുമിക്കവാറും സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ കർത്തൃമേശയുടെ സമയങ്ങളൊക്കെയും വായിക്കുന്നതാണ്. സ്തോത്രം. എന്നാൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള, ഈ മഹാപുരോഹിതനായ ക്രിസ്തുവുമായിട്ടുള്ളൊരു വിശ്വാസിയുടെ ബന്ധം എന്ന് പറഞ്ഞാൽ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ നാം ആണ് പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അഹറോൻ യാഗമൃഗത്തിൻ്റെ രക്തവുമായിട്ട് യാഗപീഠത്തിൽ നിന്ന് തീയെടുത്തുകൊണ്ട് ധൂപവർഗവും കയ്യിലെടുത്തുകൊണ്ട് ധൂപപീഠത്തെ അത് അർപ്പിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്ന് യാഗമൃഗത്തിൻ്റെ രക്തം തെളിച്ച് ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുന്നതും, ക്രിസ്തു സ്വന്തം രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗീയ മന്ദിരത്തേക്ക് പ്രവേശിച്ച് മാനവജാതിക്ക് സകലവർക്കും വേണ്ടി പാപപരിഹാര ശുശ്രൂഷ ചെയ്യുന്നു എങ്കിൽ വിശ്വാസിയായ ഒരു ദൈവ പൈതലിൻ്റെ പാപപരിഹാര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യാഗമൃഗത്തിൻ്റെ രക്തമല്ല, യേശുവിൻ്റെ രക്തമല്ല, ഈ വിശ്വാസിയുടെ രക്തം, സ്വന്തം രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണം. ഇത് പറയുമ്പോഴാണ് അല്പം നിങ്ങൾക്ക് കഠിന വാക്കായിട്ട് തോന്നുന്നത്. എങ്ങനെ നമ്മുടെ രക്തം അർപ്പിക്കാം? അതിനാണ് നമ്മൾ സമാഗമന കൂടാരത്തെ പഠിക്കുമ്പോൾ വാതിൽ നമുക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിന് ക്രൈസ്റ്റ് ആസ് ദ ഡോർ എന്നുകൊണ്ടൊരു എപ്പിസോഡ് ഞാൻ അവിടെ ഇതിനകത്ത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. ഒരു റിലേഷനാണ് ഡോർ, ക്രൈസ്റ്റ് ആസ് ദ ഡോർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് 4 തൂണുകളിലാണ് ആ ഡോർ നിൽക്കുന്നത്. അവൻ 4 സുവിശേഷങ്ങളെ അത് കാണിക്കുന്നു. അതിൻ്റെ താമ്ര ചുവടുകളുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായ വിശദീകരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സുവിശേഷത്തിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധ്യമല്ല. ക്രിസ്തു ആരാണെന്നും ക്രിസ്തു മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിശദീകരിക്കുന്നതാണ് സത്യവേദ പുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ വേദ പുസ്തകം, ഹോളി ബൈബിൾ എന്ന് പറയുന്നത്. മറ്റു ഒരു ഗ്രന്ഥങ്ങളും മറ്റു ഒരു വെളിപ്പാടുകളും ദൈവികമല്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സ്തോത്രം. അപ്പോൾ ആ ഡോറ് തുറന്ന് ഡോറിൽ കൂടെ പ്രവേശനം നടന്നാൽ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. യാഗപീഠത്തിൽ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗവുമായിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവിടെ അർപ്പിച്ചാൽ യഥാർത്ഥ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ വിവരണങ്ങൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 തുടങ്ങിയ വാക്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. യാഗമൃഗത്തിന് കൊണ്ടുവരുന്നവൻ സമാഗമന കൂടാരത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന് മുമ്പിൽ വെച്ച് അർപ്പിക്കണം. അവൻ യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. അവൻ തന്നെ യാഗമൃഗത്തെ അറുക്കണം. അവൻ തന്നെ യാഗമൃഗത്തിൻ്റെ തോലുരിക്കണം. അവൻ തന്നെ യാഗമൃഗത്തെ ഖണ്ഡമായിട്ട് മുറിക്കണം. യാഗമൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഓടിക്കാൻ പാടില്ല. പുരോഹിതൻ ആ ഖണ്ഡങ്ങൾ എടുത്തുകൊണ്ട് യാഗപീഠത്തിന്മേൽ വിറകിൻ്റെ മേൽ അടുക്കി വയ്ക്കണം. ഇത് കൊണ്ടുവരുന്ന വ്യക്തി തന്നെ ചെയ്യേണ്ടതാണ്. കൊണ്ടുവരുന്ന വ്യക്തി എന്തുകൊണ്ടാണ് മൃഗത്തെ കൊണ്ടുവരുന്നത്? അവന് പാപബോധമുണ്ടായി. പാപബോധമുണ്ടായത് കൊണ്ടായതാണല്ലോ ഓൾട്ടർനേറ്റീവ്, തനിക്ക് പകരമായിട്ട് അറുക്കപ്പെടാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ യാഗത്തെ പ്രതികരിക്കുന്നതായ ആ യാഗത്തിനു വേണ്ടി യാഗമൃഗത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ
പാപബോധം ഉളവാകുകയും മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കേട്ട് വിശ്വസിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇനിയും ലളിതമായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവൻ യാഗപീഠത്തിൽ മൃഗത്തെ, ഈ സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ടെൻ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്, ദൈവവും മനുഷ്യനുമായിട്ട് ഇടപെടുന്ന സ്ഥലം. അതിൽ മീഡിയേറ്ററായിട്ട് പഴയ നിയമകാലത്ത് നിന്നാണ് മോശ, സ്തോത്രം, അഹറോൻ. ഹല്ലേലൂയ. ഈ ടെൻ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം. പുതിയ നിയമത്തിലാണ് ക്രിസ്തു വസിക്കുന്ന ഇടത്തിൽ മാത്രമേ നിങ്ങളുടെ യാഗം പ്രസാദിക്കുകയുള്ളൂ. ഒരു ഡിനോമിനേഷനോ ഒരു വ്യക്തി താല്പര്യമോ മറ്റൊരിടത്തും തന്നെ ക്രിസ്തുവില്ല. ക്രിസ്തു വസിക്കുന്ന മന്ദിരം ഇന്ന് വിശ്വാസിയുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഇതിനൊക്കെ ആവശ്യമായ ലളിതമായ വാക്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. സ്തോത്രം. നമ്മുടെ വിഷയം അതല്ല. അവിടെ കൊണ്ടുവന്ന് ആ യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുക എന്ന് പറയാൻ, അവൻ ചെയ്ത പാപത്തിന് ശിക്ഷ ഈ നിഷ്കളങ്കമായ ആട് അതിൻ്റെ മേൽ ചുമത്തിട്ട് അവൻ തന്നെ അറുക്കുമ്പോൾ ആ മൃഗം അവിടെ പിടയ്ക്കുന്നത് കാണുമ്പോൾ അവനൊരു ടെമ്പററി മനസ്താപങ്ങളുണ്ടാകും. പക്ഷെ പുതിയ നിയമവിശ്വാസിയെ, നിൻ്റെ യാഗമൃഗം അതല്ല, നിൻ്റെ സൃഷ്ടിതാവായ ക്രിസ്തുവേശു തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവൻ്റെ പകരക്കാരനായിട്ടുള്ള യാഗം എങ്ങനെയാണെന്ന്, ആമേ സ്തോത്രം, അവൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ പ്രാണനും ആത്മാവും നാം പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു എന്നാണ് സങ്കീർത്തനം 18-ാം അധ്യായം 10-ാം അധ്യായം 16-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 106-ാം സങ്കീർത്തനം, എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെയും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇത് നിങ്ങളുടെ പ്രാണനിൽ രുചിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു നന്മ കൊണ്ടുമല്ല നിങ്ങൾ ക്രിസ്തുവിനോട് അടുക്കുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് പാതാളത്തിൽ പോയി ബന്ധിരുവാൻ നീ തയ്യാറായല്ലോ. ആ സ്നേഹത്തിലാണ് അവനോട് അടുക്കുന്നത്. ഓക്കെ, അവിടെ അവൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് ദൈവം ഓൾറെഡി ഒരിക്കൽ തൻ്റെ പുത്രന്മേൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു. ആ പുത്രൻ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ചൊക്കെ അനേക ക്ലാസ്സുകൾ, ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഹല്ലേലൂയ. അങ്ങനെ തലയിൽ കൈവച്ചു അവൻ തന്നെ ആ യാഗമൃഗത്തെ അറുക്കണം. അതിനുശേഷം അവൻ തന്നെ തോലുരിക്കണം. തോലുരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഇറച്ചിക്കടയിൽ പോയി കഴിഞ്ഞാൽ പല വിധത്തിലും നിറങ്ങളുള്ളതായിട്ടുള്ള മൃഗങ്ങൾ, അത് ഏത് ആടായിരുന്നാലും മറ്റേത് മൃഗങ്ങളാണെങ്കിൽ തന്നെയും അതിൻ്റെ തോലുരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഐഡൻറ്റിറ്റി ഒന്നുമില്ല. എല്ലാം ഒരേപോലെയുള്ള മാംസമായിരിക്കും. അല്പം മറ്റു കളർ വ്യത്യാസം കാണെങ്കിലും, പക്ഷെ തോലിലാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ തോലുരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഐഡൻറ്റിറ്റിയെ അവനവൻ തന്നെ ഉരിച്ചു കളയണം. സ്തോത്രം. ജഡത്തെ അതിൻ്റെ ക്രൂശിക്കുന്നത്, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം. കൈക്കൊണ്ടല്ലാത്ത ഹൃദയ പരിച്ഛേദന, ജഡശരീരം ഉരിഞ്ഞു കളയണം. ഇത് അവനവൻ ചെയ്യേണ്ടതാണ്. ഇന്ന് ചർച്ചിനകത്ത് പാസ്റ്റർമാർ വാളും ചുറ്റികയും കത്തിയും എടുത്തുകൊണ്ട് ചെയ്യേണ്ട പരിപാടിയല്ല ഈ തോലുരിക്കൽ. അനേക ദൈവദാസന്മാർ, ഞാനും കുറേ കാലം ഇതൊക്കെ പയറ്റി നോക്കിയിട്ടുണ്ട്. ഒരു കാര്യം നടക്കില്ല. ഹൃദയം കഠിനപ്പെട്ട് പോവുകയുള്ളൂ. പക്ഷെ വചനം, ആമേ, ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനും ആത്മാവിനും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ്. അതുപോലെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രാണനും ആത്മാവുമായിട്ടുള്ള ആ ബന്ധത്തെ വിച്ഛേദിക്കണം. ശരീരം, പ്രാണനും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ സെപ്പറേറ്റ് ചെയ്യണം. അതിനാണ് ഇത്തരം വചനം പറയുന്നത്. ഒരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വെറുതെ പാസ്റ്റർമാരുടെ തലയിൽ വേലിട്ട് കൊടുത്തിട്ട് അരുവാളും വാളും ചുറ്റിയും വെട്ടുകത്തിയും നാക്കത്തിയും തോലുരിക്കാനുള്ള പരിപാടി നോക്കിയാൽ നടക്കുകയില്ല. ദൈവം അത് സ്വീകരിക്കുകയില്ല. വചനം പറയാൻ സാധിക്കും. തോലുരിക്കേണ്ട നിങ്ങൾ തന്നെയാണ്. ഖണ്ഡമായി മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ അധികമായിട്ട് അപ്പനെയും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളെ തന്നെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധുമിത്രതയ്ക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നുള്ളതല്ല. ക്രിസ്തു ഫസ്റ്റ്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആരും തന്നെ നിങ്ങൾക്ക് വികടമായി തന്ന കീപ് എവേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, എങ്ങനെ നമ്മുടെ രക്തം ദൈവസന്നിധിയിൽ
പ്രായശ്ചിത്തമായിട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, അതിന് ചെറിയൊരു വിശദീകരണം തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും വിശദീകരണം വേണമെങ്കിൽ നമുക്ക് യശയ്യാപ്രവചനത്തിൽ 53 അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. അതിക്ക് മുമ്പ് പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൊളോസ്യർ 1 അധ്യായത്തിൻ്റെ 24 വാക്യം വായിച്ചു നോക്കാം. സ്തോത്രം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ അനുഭവിച്ചതുകൊണ്ട് പേഴ്സണൽ സാക്ഷ്യത്തോടു കൂടെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വേറെ ഒരു മനുഷ്യനും ഒരു പ്രായശ്ചിത്വം ചെയ്യാൻ സാധ്യമല്ല. അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ അവൻ്റെ ശരീരമായ സഭ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. പൗലോസ് ഈ പറയുന്നത് എന്താ മനസ്സിലാക്കുക? എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വിഷയമായിരുന്നത്. എന്നാൽ വ്യക്തമായി വ്യാഖ്യാനം കിട്ടുകയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ പ്രാവശ്യങ്ങൾ അനേകരുടെ രോഗം വഹിച്ച്, അനേകരുടെ പാപത്തിൻ്റെ ശിക്ഷ വഹിച്ച്, അനേകരുടെ മരണം വഹിച്ച്, ഇതിനൊക്കെ തന്നെ ആദ്യം എൻ്റെ തന്നെ മരണത്തെ ജയിപ്പാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു മുഖാന്തരം, എൻ്റെ കഴിവല്ല, ഒരു വ്യക്തിക്ക് അത് സാധ്യമല്ല, മരണത്തെ ജയിച്ചവൻ നമ്മിൽ വസിച്ചുകൊണ്ട് മരണത്തെ ജയിക്കും. പാപത്തെ ജയിച്ചവൻ നമ്മിൽ വസിച്ചുകൊണ്ട് പാപത്തെ ജയിക്കും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ നമ്മിൽ വസിച്ചുകൊണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗിക്കും. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ, പൗലോസിൻ്റെ ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത്. അപ്പോൾ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ കഷ്ടം മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ പുത്രത്വത്തിൻ്റെ ഗ്ലോറിഫിക്കേഷനിലേക്ക്, ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അനേക കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. രോഗത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ, നിന്ദയുടെ കഷ്ടാനുഭവങ്ങൾ, പലപ്പോഴും മരണത്തിൻ്റെതായ കഷ്ടാനുഭവങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ നമുക്ക് വചനം അടയ്ക്കാം. യെശയ്യാപ്രവചനം 53 അധ്യായത്തിലേക്ക് ഒന്ന് അല്പസമയം പോകാം. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൻ്റെ അവസാന കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. എന്നാൽ അവന് 10 വാക്യം തുടങ്ങി വായിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യമായ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. കേട്ടോ, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യാൻ തന്നെ. ഇത്രയും പറഞ്ഞാലും മിക്കവാറും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ദൈവരാജ്യം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ദൈവം പാപം ക്ഷമിക്കുന്നത്, ഇത് ഓരോ ദൈവ പൈതലും, ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഓരോ പൈതലും, അതിനാണ് ഞാൻ ആദ്യമേ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ തന്നെ ഒരു വിദേശത്ത് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ നിയമ വലികളല്ല ആ വിദേശ രാജ്യത്ത്. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അതത് രാജ്യത്തിന് നിയമവ്യവസ്ഥകളുണ്ട്. അത് എങ്ങനെയാണെന്ന് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കും. കാരണം എന്താ, നാം അവിടെ പോകുന്നത് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. ആ ദേശത്ത് വസിച്ച് ആ ദേശത്തിൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടാകണം, വെറുതെ പോകുന്നതല്ല. അവണ്ണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യത്തിന് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളല്ല, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ദൈവരാജ്യം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെ ജീവിക്കണം, ഇതൊക്കെയും ആദ്യമേ മനസ്സിലാക്കണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം പാപം എങ്ങനെ ക്ഷമിക്കുന്നു. അനേക വാക്യങ്ങൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെയും പാപങ്ങൾ ക്ഷമിക്കുന്നു. എന്നാൽ നാം ഏറ്റുപറയുമ്പോൾ
കർത്താവ് അങ്ങ് ക്ഷമിക്കാൻ സാധിക്കുമോ? അങ്ങനെ ക്ഷമിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പല പ്രാവശ്യം തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചാൽ എന്താ മനുഷ്യരുടെ ഹൃദയത്തിൽ വരുന്നത്? ചെയ്താലും കുഴപ്പമില്ല, ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ, ദൈവം ക്ഷമിക്കും. ഇന്ന് വാസ്തവത്തിൽ പെന്തിക്കോസ്ത് ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന അതല്ലേ? എന്തെല്ലാം അകൃത്യങ്ങൾ ചെയ്തിട്ടും എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടും ദൈവസന്നിധിയിൽ ഭയമില്ല, ദൈവം പാപം ക്ഷമിച്ചു തന്നു എന്നുള്ള മിഥ്യാധാരണയുടെ കൂടെ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ദയനീയ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്. ക്രിസ്തുവിനാൽ നമുക്ക് മറയുവാനൊരു ഓപ്ഷനുണ്ട്. ക്രിസ്തുവിനാൽ മറയുക. ദൈവം പാപം ക്ഷമിച്ചാൽ ദൈവരാജ്യം നിലനിൽക്കുകയില്ല. പാപം ക്ഷമിക്ക്, തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബോധം, ഇംപ്യൂണിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ വന്നാൽ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ഭയപ്പെടുകയില്ല. അത് ദൈവരാജ്യത്തിലില്ല. ഒരേ ഒരു സൊല്യൂഷനുള്ളൂ, ക്രിസ്തുവിനാൽ മറയുക. അങ്ങനെയെങ്കിൽ നാം ഒരാളോട് പാപക്ഷമയ്ക്ക് വേണ്ടി, ഒരുവൻ തെറ്റ് ചെയ്തിട്ട് പാപം ക്ഷമിക്കുവാൻ വേണ്ടി ദൈവത്തിനോട് പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ വാക്യം വരുന്നത്, അവിടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഞാനിത് പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. എന്നോടുകൂടെ പ്രാർത്ഥന ഗ്രൂപ്പുകളിലുള്ളവർ പലപ്പോഴും തെറ്റ് ചെയ്തിട്ട് ഒരുപക്ഷെ അവർ പോലും അറിയില്ല, മരണം പോലും പല പ്രാവശ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കർത്താവ്, നീ അവരോട് ക്ഷമിക്കുക, നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതാണ്. അവൻ ചെയ്ത തെറ്റ് കർത്താവെ നീ അവരോട് ക്ഷമിച്ച് ഞാനെടുക്കാൻ ഞാൻ തയ്യാറാണ്. മരണം പോലും മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മരിക്കുന്നല്ല അർത്ഥം. ആ മരണത്തിൻ്റെ ശക്തി വരുമ്പോൾ അവർക്ക് വിടുതലുണ്ടാവും എന്ന് ആ ശക്തിയോട്, മരണദൂതനോട് പോരാടി മരണത്തെ ജയിച്ചവനായി ക്രിസ്തുവിനാൽ ആ മരണത്തെ ജയിക്കാൻ സാധിക്കും. ഇത് അനുഭവിച്ചല്ലാതെ ഒരുവർക്ക് പോലും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഞാനിത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ കൊളോസ്യ ലേഖനം 1:24 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് ദൈവം പാപം ക്ഷമിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്തതികൾക്ക് വേണ്ടി തന്നെ പാപക്ഷമയ്ക്ക് വേണ്ടി അവർ നിത്യജീവിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു കഷ്ടം സഹിച്ചു പകരക്കാരനായി. എന്നാൽ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ അവിടെ അകൃത്യങ്ങൾ വഹിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. കർത്താവെ ക്ഷമിക്കണമേ, അവർ നിത്യജീവിലേക്ക് പ്രവേശിക്കണമേ, അവരെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം പോരാ, തീർച്ചയായിട്ടും പ്രാർത്ഥന വേണം. കർത്താവെ, നീ അവരുടെ പാപങ്ങൾ ക്ഷമിച്ചതാണല്ലോ, നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതാണല്ലോ, അവർ നിൻ്റെ രക്ഷയിലേക്ക് അടുപ്പിക്കുവാൻ അതൊക്കെ വേണം. കർത്താവെ, ഞാനിത് പറഞ്ഞു വരുന്നത് വിശ്വാസത്തിൻ്റെ ആയരുടെ പേരിലാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തിൽ എല്ലാവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രായശ്ചിത്തത്താലല്ലാതെ ഒരു വിധത്താലും അവർക്ക് രക്ഷയ്ക്ക് സാധ്യമല്ല. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പലരും സ്ലിപ്പായി പോകുമ്പോൾ, പലരും അറിയായിക കൊണ്ട് സ്ലിപ്പായി പോകുമ്പോൾ ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല. അവന് വേണ്ടിയിട്ട് ഗ്യാപ്പിൽ നിന്ന് ചിലപ്പോൾ അവൻ്റെ ശിക്ഷയിൽ ചെറിയൊരു അംശമെങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും. അവിടെ അകൃത്യങ്ങളെ വഹിക്കേണ്ടി വരും. പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനോട് കൂടെ ചേർന്നൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, പുരോഹിതൻ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതെല്ലാം നമ്മൾ ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. ഹല്ലേലൂയ. മറ്റുള്ളവരെ ബലഹീനതയ്ക്ക് ഗ്യാപ്പിൽ നിൽക്കുന്നവരായിരിക്കണം. സ്തോത്രം. തീർച്ചയായിട്ടും അപ്പോൾ ഉറക്കം കെടും, വേദനകളുണ്ടാവും, ചിലപ്പോൾ രോഗാനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ആർക്ക് വേണ്ടിയാണ് വേല ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ശ്രേഷ്ഠ മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് ക്രിസ്തുമായിട്ട് ഒന്നായി ചേർന്ന് അവരോടുകൂടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഈ എപ്പിസോഡിൽ കൂടെ ക്ഷണിക്കുകയാണ്. കുറച്ച് ആഴത്തിലുള്ള വിഷയമാണ്. റിജക്റ്റ് ചെയ്യാതെ, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതെ, കർത്താവ് ഇങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗ്യത്തിലേക്ക് എന്നെ പ്രവേശിക്കണമേ, എന്നെ അത് പഠിപ്പിക്കണമേ എന്ന് ആദ്യം എനിക്കറിയില്ലായിരുന്നു. പഠിപ്പിക്കണമേ എന്ന് പറയുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് എടുക്കാവുന്ന വിധത്തിൽ നിങ്ങളോട് വളരെ അടുപ്പമുള്ളവരെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാറത്ത് മഹാപുരോഹിതൻ അഹ്റോൻ 12 ഗോത്രങ്ങളെയും ചുമലിൽ 12 ഗോത്രങ്ങളെയും, അതായത് അവൻ്റെ ഹൃദയത്തിൽ 12 ഗോത്രങ്ങളെയും അവൻ്റെ ചുമലിൽ 12 ഗോത്രങ്ങളെയും വഹിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. ഈ 12 ഗോത്രങ്ങൾ എങ്ങനെയുള്ളവരാണെന്നറിയാമോ?
ഇതിനകത്ത് സമ്മിശ്ര ജാതികളുണ്ട്. അവസരം കിട്ടിയാലൊക്കെ, എപ്പോൾ നോക്കിക്കോളൂ, അവസരം കിട്ടിയാലൊക്കെയും പോയി മറ്റു ദൈവങ്ങളെ സേവിക്കുന്നവരാ. ഇവരും വഹിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ഇങ്ങനെ ദൈവസ്ഥലിൽ പ്രായശ്ചിത്തമായിട്ട് മഹാപാപ പരിഹാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ ആടിൻ്റെ രക്തത്തിന് അല്ല വില, വരുവാനുള്ള പുത്രൻ്റെ രക്തം. ഹല്ലേലൂയ. അന്ന് അവർ ചെയ്തു. ഇന്ന് നമുക്ക് നാം വിശുദ്ധന്മാരെയല്ല വഹിച്ചുകൊണ്ട് പോകുന്നത്. ബലഹീനരായി നമ്മുടെ കൂട്ടുവിശ്വാസികളെ, ഒരുപക്ഷെ ബലഹീനരായി നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കണം. അവർ അകൃത്യം ചെയ്യുന്നവരാണ്, ലംഘനങ്ങൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്, ചിലപ്പോൾ പാപത്തിൽ രസിക്കുന്നവരാണ്. എങ്കിലും കർത്താവേ, നിൻ്റെ പ്രായശ്ചിത്തം അവർക്ക് വേണ്ടി, നിൻ്റെ പ്രായശ്ചിത്തം അവർക്ക് വേണ്ടി മാത്രം ഒരേ മെറിറ്റേ ഉള്ളൂ. അതാടിയിരുന്ന് എൻ്റെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവരുടെ ശിക്ഷ ഞാൻ വഹിക്കണമെങ്കിൽ എങ്കിലും നീ കർത്താവ് അവരുടെ കൃപ കാണിക്ക്. വീണ്ടും അവസരം കൊടുക്കുക, വീണ്ടും അവസരം കൊടുക്കുക. ഇതെല്ലാം ചെയ്ത് മരണത്തിൽ നിന്ന് പോലും രക്ഷിച്ചാൽ അവർ വീണ്ടും റീഇൻസ്റ്റേറ്റ് ആക്കി ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി തുപ്പിട്ട് പോകും. ഇതും അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിന് സംഭവിച്ചില്ലേ? മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാരുടെ സേവയെല്ലാം ഉപേക്ഷിച്ച് തന്നെ താനൊഴിച്ച് കടന്നു വന്നു. മാനവജാതി അവനെന്താ കൊടുത്തത്? 5000 പേര് സന്തോഷിച്ച് അപ്പം തന്നു. പിന്നീട് 4000 പേര് പുരുഷന്മാരെ തന്നു. എത്രയോ കുഷ്ഠരോഗികൾ സൗഖ്യമായി, എത്രയോ മുടന്തന്മാർ നടന്നു, എത്രയോ കുരുടന്മാർ കാഴ്ച പ്രാപിച്ചു. ആമേ. എങ്കിലും ക്രൂശിൻ്റെ സമയത്ത് ഗത്സമനയിൽ ഒരു ലാസറിനെയും കണ്ടില്ല, ഒരു കുഷ്ഠരോഗി സൗഖ്യമായും കടന്നു വന്നില്ല. ഒറ്റയ്ക്ക് കഷ്ടം സഹിക്കേണ്ടി വന്നു. ചില സമയത്ത് നിങ്ങൾക്കും അതുപോലെ ഒറ്റയ്ക്ക് കഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ രക്ഷാനായകൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിങ്ങളുടെ ബലഹീനൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരിക്കും. ഈ പ്രത്യാശയോടുകൂടെ ഈ എപ്പിസോഡിൽ നമുക്ക് വിരമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ മഹാപുരോഹിത ശുശ്രൂഷ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങൾ നിലനിൽക്കുന്നു. ഞങ്ങളുടെ ആരുടെയും മെറിറ്റല്ല, നിന്നോടുകൂടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ എളിവിനെയും കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെ നീ ഒരുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. മാനുഷിക കരങ്ങൾ കൊണ്ട്, മനുഷ്യ ശക്തി കൊണ്ട് സാധ്യമല്ല കർത്താവ്. നീ വസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എളിന് കർത്താവ് നീ പല അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിനും കർത്താവ് നീ അനുഭവങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.